ഓൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ആൻഡ് നട്ട് ചോക്കോ ഡെസേർട്ട് നമുക്ക് ചെയ്താലോ. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 250 ഗ്രാമോളം ബദാം ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് അടുത്ത് ബോയിൽ ചെയ്താൽ മതിയാവും. ഓവർ കുക്കായി പോകാതെ ശ്രദ്ധിക്കണേ. ഇങ്ങനെ ചെയ്യുന്ന മൂലം ഇതിൻ്റെ സ്കിൻ കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മിനിറ്റ് അടുത്ത് റോസ്റ്റ് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കിസ്മിസ് ആഡ് ചെയ്യാം. കിസ്മിസ് ആഡ് ചെയ്തിട്ട് അധികം നേരമൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ടത്. കിസ്മിസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉടനെ തന്നെ നമുക്ക് 5 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഞാൻ 6 പീസോളം മിൽക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അമുലിൻ്റെ ചോക്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് കണ്ടൻസ് മിൽക്കുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നിടം വരെയാണ് അതിൻ്റെ കണക്ക്. ഇപ്പം കറക്റ്റ് ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് ആഡ് ചെയ്യുകയാണ്. മാരിയുടെ ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. 6 ബിസ്ക്കറ്റോളം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൗഡർ നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൗഡറും കണ്ടൻസ് മിൽക്കും കൂടെ നേരത്തെ മിക്സുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആകുന്നത് പോലെ ഇളക്കി യോജിപ്പിക്കാം. ശ്രദ്ധിക്കണം, എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. ഇപ്പം എല്ലാം നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലെത്തുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കിയുള്ള ചോക്ലേറ്റ് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യുകയേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കരിഞ്ഞു പോകും. ഇനി ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പറിലേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു ആൽമണ്ട് ചോക്കോ മിക്സ് ഒന്ന് നിരത്തി വെക്കുകയാണ്. മുഴുവൻ മിക്സും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പാർച്ച്മെൻറ്റ് പേപ്പർ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് എടുക്കണം. ഇതിന് ഒരു 15 തൊട്ട് 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാവേ. ഇനി നമുക്ക് കുറച്ച് ബദാമും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ആ ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അൺറാപ്പ് ചെയ്യുവാണ് നമ്മുടെ ആ ചോക്കോ മിക്സ്. നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബട്ടർ ഞാൻ കയ്യിൽ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചെറിയ ചെറിയ ബോളായിട്ട് റോൾ ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ചോക്കോ ആൽമണ്ട് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പം ഇത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. ക്രഞ്ചി ആയിട്ടുള്ള, എന്നാൽ നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മുടെ ഫ്രൂട്ട് ആൻഡ് നട്ട് ചോക്കോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. കണ്ടൻസ് മിൽക്കും ചോക്ലേറ്റും ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ ഓർക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇത് ഇഷ്ടമാകും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ക്രഞ്ചിയാണ്, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്